ഷൈൻ ടീച്ചർ പക്ഷെ പറഞ്ഞത് ഇതിനകത്ത് ഇത് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കൂടി ഇങ്ങനെയുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ കൂടി അറിവോടുകൂടി അല്ലാതെ ഇതൊന്നും നടക്കില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ സംശയിക്കാൻ കാരണം? ഇങ്ങനെ സംശയിക്കാൻ കാരണം അദ്ദേഹവുമായി വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ MLA എന്നുള്ളതിലേക്ക് നല്ല ബന്ധം പുലർത്തുന്ന ആളാണ് ഞാൻ. പക്ഷേ ഇത്തരം അപവാദ പ്രചരണങ്ങൾ കൂടുതലായിട്ടും വന്നിട്ടുള്ളത് അതിൻ്റെ ആരംഭം കുറിച്ചത് പറവൂരത്ത് തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറി ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ പോസ്റ്റിൽ നിന്നാണ്. അതിനെ തുടർന്ന് വരുന്ന ആക്രമണങ്ങളും യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് അല്ലെങ്കിൽ അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നിന്ന് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഞാനല്ല, എന്നോട് ചോദിക്കുന്ന ശ്രീ ഗോപികൃഷ്ണൻ അടക്കം എങ്ങനെയാണ് അതിനെ കാണുക? ഇതിൽ നിന്ന് വന്നിട്ടുള്ളത് ഒരു പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ നിന്നാണ് വരുന്നത്. ഏറ്റവും താഴെയുള്ള നേതാവ് മുതൽ മുകൾ തട്ടിലുള്ള നേതാക്കളിൽ നിന്നാണ്. അപ്പോൾ പിന്നെ ഇത് ആ പ്രസ്ഥാനം അറിയാതെ ഇവരൊക്കെ ഇങ്ങനെ പ്രതികരിക്കുമോ? അത്തരത്തിൽ ആർക്കും എന്തും ചെയ്യാവുന്ന, എന്ത് തോന്നിയാസവും വിളിച്ചു പറയാവുന്ന ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണോ കോൺഗ്രസ്? ഞാൻ അങ്ങനെ കരുതിയിട്ടില്ല. അതിൻ്റെ ഒരു തെറ്റായ ധാരണയായിരിക്കാം. ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് താങ്കൾക്കൊരു മുന്നറിയിപ്പ് തരുന്നു, ഒരു ബോംബ് വരുന്നുണ്ട്, ടീച്ചർ വിഷമിക്കരുത്, ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ. അത് താങ്കളോടുള്ള ഒരു സ്നേഹത്തിൻ്റെയോ ബഹുമാനത്തിൻ്റെയോ കരുതലിൻ്റെയോ ഒക്കെ ഭാഗമായ ഒരു മുന്നറിയിപ്പ് തന്നതായിരിക്കാം. പക്ഷേ ഈ സംഭവത്തിന് ശേഷം പിന്നീട് ഒരു കോൺഗ്രസ് പ്രവർത്തകനും ഒരു കോൺഗ്രസ് നേതാവും താങ്കളെ വിളിക്കുകയോ കാര്യങ്ങൾ തിരക്കുകയോ ചെയ്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണോ സംഭവിച്ചത്? അതെ, ഉയർന്ന നേതാക്കളാരും തന്നെ വിളിച്ചിട്ടില്ല. പക്ഷേ പ്രാദേശികമായിട്ടുള്ള അവർ പല രീതിയിലും നമ്മളോട് മോറൽ സപ്പോർട്ട് അറിയിച്ചിട്ടുണ്ട്. അവരുടെ നിരപരാധിത്വം ഞങ്ങളിതിൽ ഒന്നിലില്ല എന്നും അവർ പറഞ്ഞിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.